ഏതാണ് കിട്ടുന്നാണ് കിട്ടൂ. ചതിക്കില്ലടാ കുട്ട. സ്റ്റാർട്ടായിക്കോണേ. എൻ്റെ അമ്മോ പണി വാളിയാനെ. അതാ പോകുന്നൊരു ഡ്യൂക്കല്ലേ. ആക്ച്വലി അത് നമ്മുടെ വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിയായിട്ട് ആളുടെ വണ്ടി സ്വാപ്പ് ചെയ്ത് ഓടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് ബൈക്ക് സ്വാപ്പ് ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്ന ആദ്യത്തെ മെസ്സേജാണ്. ഇന്ന് നമ്മളൊരു എൻടോർക്കുമായിട്ട് ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കാൻ പോവാണ്. സോ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോയേക്കാം. ഒരു 500 രൂപയ്ക്ക് അടിച്ച് ചോദിച്ചിട്ട്. ഞാനത് പറഞ്ഞായിരുന്നു. അത് കെട്ടാകത്തുമില്ല. 500 എന്നാൽ പോയിക്കോണേ. അപ്പോൾ ആള് നമുക്ക് ഓൾറെഡി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് ഡിലേ ആയി. പതിവ് പോലെ നമ്മൾ നേരെ ചെല്ലുന്നു, ആൾക്ക് വണ്ടി കൊടുക്കുന്നു, ആളുടെ വണ്ടി ഞാൻ എടുക്കുന്നു. ഒരു റൗണ്ട് ട്രിപ്പ്. ഹായ് അനന്തു. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയല്ലേ. നമുക്കെന്നാ കുഴപ്പമില്ല. ഒരു കുട്ടിക്കാനം വഴിക്കേ അതാകുമ്പോൾ നല്ല റോഡല്ലേ, നമുക്ക് കുറച്ചങ്ങ് പോവാം. എടാ ഈ തീപ്പൊരിയാണോ? അതെയോ? എന്നാ അതെടുത്തോ. ഞാൻ അടിച്ചോളാം. സ്വാപ്പിംഗ് വീഡിയോ ആയിട്ട് ഇറങ്ങിയത് അമ്മച്ചനെ. എടാ പിടിക്കൂടാ. നീ ഇതിലെന്ന് വെച്ചാൽ പോക്കോ, ഞാൻ ബാക്കിൽ വന്നോളാം. എൻ്റെ മോനെ, ഇതും മച്ചാൻ എക്സോസ്റ്റൊക്കെ കയറ്റി വെച്ചൊരു നൈസ് വണ്ടിയാണ്. നിങ്ങൾ പണിയുന്ന വണ്ടിയാണോ ഇത്? അല്ലേ? എൻ്റെ അമ്മോ, അവര് പോവുകയും ചെയ്തു. കിട്ടി. എൻ്റെ അമ്മ, ഇത് ഇച്ചിരി ഡേഞ്ചർ കളിയായി പോയി. ആക്ച്വലി ഇങ്ങനൊരു കളിയായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്തായാലും ഭയങ്കര ലൗഡാണ് വണ്ടി. എനിക്ക് ആക്ച്വലി ഇത്ര ലൗഡായിട്ടുള്ള വണ്ടികൾ തീരെ താല്പര്യമില്ലാത്തതാണ്. എടാ ഒരു 200 രൂപയ്ക്ക് പോരെ? അതിലുണ്ട്. അതൊന്നുമില്ല. അതാ വേണ്ട. എന്തായാലും നമുക്ക് ആദ്യം വന്ന മെസ്സേജ് അയാളുടെ ആയിരുന്നു. ഒരുപാട് മെസ്സേജ് വന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസാണ്. അതും കാലിക്കറ്റിൽ നിന്നും കൊല്ലത്തുനിന്നും നമ്മുടെ മലപ്പുറത്തു നിന്നൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്വാപ്പ് ചെയ്ത് ഓടിക്കാൻ നല്ല വണ്ടികളുമായിട്ട്. ആക്ച്വലി ഐ എം നോട്ട് ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. വണ്ടി എടുത്ത് ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കണം, എല്ലാവരുടെ അടുത്തും പോകണം, വണ്ടികൾ ഒരുപാട് ഓടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ സാഹചര്യം അതിന് പറ്റുന്നൊരു രീതിയിലല്ലാതായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഓരോ മെസ്സേജിൻ്റെയും പുറകെ ഞാൻ പോയേനെ. പക്ഷേ എൻ്റെ പ്ലാനും അത് തന്നെയാണ്. സ്ലോലി ബിൽഡ് ചെയ്ത് ഈ ഇപ്പോൾ വന്നേക്കുന്ന മെസ്സേജുകൾക്കെല്ലാം പോയി അവരുടെയൊക്കെ കൂടെ ബൈക്ക് ഓടിച്ച് വീഡിയോ ചെയ്യണമെന്നാണ്. ഇത് ജസ്റ്റ് ഞങ്ങൾ വണ്ടി എടുത്തു, ഞങ്ങൾ മാറി. ടൈം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ്
ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കുന്നു, ഒരു ചായ സ്പോട്ട് വരെ പോകുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു അക്രപ്പോവിക്കിൻ്റെ എക്സോസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലൗഡ് എക്സോസ്റ്റ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സിംഗിൾ സിലിണ്ടറിലൊക്കെ, അതാണ് എൻ്റെ വണ്ടിയാണെങ്കിലും ഇപ്പോൾ 6 വർഷമായി. വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ടൊരു എക്സോസ്റ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഭയങ്കര സൗണ്ടായിട്ടൊക്കെ ഓടിച്ച് നടക്കാം. പക്ഷേ എനിക്ക് അതല്ല. നമ്മൾ ഈ ബിഗർസിൽ ഈ ട്വിൻസിലോ അല്ലെങ്കിൽ ഇൻലൈൻ 4-ലോ ഒക്കെ എക്സോസ്റ്റ് ചെയ്യുന്നതല്ല, സിംഗിൾ സിലിണ്ടറിൽ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലൗഡ്നെസ്സേ നമുക്ക് വരുള്ളൂ. ആ ഒരു ഫീലിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് ആക്ച്വലി സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ് ഇഷ്ടം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഗുഡ് ഫോർ യു ആസ് വെൽ ആസ് യുവർ ബൈക്ക്. ബൈക്കിനും അത്ര നല്ലതല്ല. ഇപ്പോഴാണെങ്കിലും ബൈക്ക് സ്റ്റാർട്ട് ആവാൻ പാട് കാണിക്കുന്നുണ്ട്. ഈ ബാക്ക് പ്രഷർ കിട്ടാത്തതുകൊണ്ടാണ്. കമ്പനി ഡിസൈൻ ചെയ്യുമ്പോൾ എക്സോസ്റ്റിൽ നിന്ന് വരുന്നൊരു ബാക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ വണ്ടിയും ഇതിൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഫ്രീ ഫ്ലോ ആകുമ്പോൾ ബാക്ക് പ്രഷർ എൻ്റെ അമ്മു ഇപ്പം പണി പാളിയേനെ. പിന്നെ വണ്ടിയുടെ എൻജിൻ്റെ ഓവറോൾ ഹെൽത്തിനാണെങ്കിലും അതത്ര നല്ലതല്ല. സോ തിങ്ക് ട്വൈസ് ബിഫോർ ഡു എനിത്തിങ് ടു യുവർ എൻജിൻ. അല്ലെ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ രീതിക്ക് ചെയ്യണം. സോ എൻടോർക്ക് ആക്ച്വലി എ പവർഫുൾ സ്കൂട്ടർ. 125cc ആണെങ്കിലും അത്യാവശ്യം നല്ല പഞ്ചുള്ള ഒരു എൻജിനാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എൻടോർക്ക് വന്നതിന് ശേഷമാണ് എയ്റോക്സ് ആണെങ്കിലും കൊണ്ടുവന്നത്. ഇപ്പം എൻടോർക്കിൻ്റെ തന്നെ 150 വന്നു, ഇല്ലേ സൂം 160 വന്നു. അപ്രില ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്രില 150. പക്ഷെ അതത്ര സർവീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ എൻടോർക്കാണ് ആക്ച്വലി പെർഫോമൻസ് സ്കൂട്ടറിൻ്റെ ഒരു രീതിയിൽ ആക്ച്വലി ആദ്യം കൊണ്ടുവന്നത്. പവർഫുൾ ആയിട്ടുള്ളൊരു സ്കൂട്ടർ എന്നുള്ള രീതിയിൽ കയറ്റം വലിയ ഹില്ലിലൊക്കെ ആണെങ്കിലും കൊണ്ടുവന്ന് വെച്ച് പില്ലിയനൊക്കെ ഉള്ളപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ വണ്ടി കയറിപ്പോക്കോളും. എന്നോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളൊരു 125 സ്കൂട്ടർ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എൻടോർക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി കോമഡിയാണ്. ആക്ച്വലി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ പറയുന്നത് സുസുക്കിയുടെ ആക്സസ് ആയിരിക്കും. ആക്സസ് 125 പവർഫുള്ളാണ്, റിലയബിൾ ആണ്, അത്യാവശ്യം മൈലേജ് തരുന്ന എൻജിനാണ്. എൻ്റെ സർക്കിളിൽ തന്നെ 4-5 വണ്ടികളുണ്ട്, അവർ ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അതിന് ഈ ഒരു റിലയബിലിറ്റി പ്രശ്നവും വരുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ. ഞാൻ ഒരുപാട് എൻടോർക്കുകൾ കണ്ടിട്ടുണ്ട് എൻജിൻ നോയ്സ് ആയിട്ട്. ഇതൊരു 3 വാൽവ് എൻജിനാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഐ ഗസ്. അപ്പോൾ ഈ എൻജിൻ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുക, കറക്റ്റ് കിലോമീറ്ററിൽ അല്ലെങ്കിൽ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും ടൈം ആകുമ്പോൾ സർവീസ് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഈ സ്കൂട്ടർ യൂസേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യമല്ല. അവർ ഈ ഹോണ്ട ആക്റ്റീവ അല്ലെ ഡിയോ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എപ്പോഴെങ്കിലും ഒന്ന് സർവീസ് ചെയ്യുക, വണ്ടിക്ക് എന്തെങ്കിലും വലിമെടുപ്പ് കാണുമ്പോൾ അങ്ങ് സർവീസ് ചെയ്യുക. അങ്ങനെ ഒരു പരിപാടി എൻടോർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്ര നിൽക്കില്ല, എൻജിനിൽ നിന്ന് നല്ല നോയ്സ് വരാൻ തുടങ്ങും. ഞാൻ പേഴ്സണലി ഒരുപാട് എൻടോർക്കുകൾ കണ്ടിട്ടുണ്ട് എൻജിൻ സൗണ്ടായിട്ട്, ഭീകര എൻജിൻ സൗണ്ടായിട്ട്. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ എൻടോർക്ക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാവുന്നതാണ് നല്ലത്. നമ്മുടെ KTM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലുണ്ട്. അതായത് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ചെറിയ മാച്ചസ് അല്ലെ സൗണ്ടൊക്കെ കാണുമ്പോഴേ നമ്മളത് വർക്ക്ഷോപ്പിൽ കാണിച്ച് റെക്ടിഫൈ ചെയ്യുക. അതിൻ്റെ കാരണം നോക്കി കുറച്ച് ഫണ്ട് പൊട്ടും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. ഈ നമ്മുടെ ഹോണ്ടയുടെ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ സുസുക്കിയുടെ സ്കൂട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്ന് ഓടിക്കോളും. ആൾക്കാർ ആ ഒരു പോയിന്റിലാണ് എൻടോർക്കിനെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരുടെ വണ്ടിക്കാണ് ഞാൻ നോക്കിയിട്ട് ഈ പണികൾ കണ്ടിട്ടുള്ളത്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടറാണ്, അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്, ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പോഴാണ് പുതിയ സ്കൂട്ടേഴ്സിലാണെങ്കിലും വന്നു തുടങ്ങിയത്. പക്ഷേ എൻടോർക്കിലൊക്കെ ഇത് 2020 ഈ ഒരു ഫുള്ളി ഡിജിറ്റൽ കൺസോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലുക്സ് ആണ് ഒരു പ്രശ്നം. ഇത് ആക്ച്വലി കുറച്ചും കൂടെ സ്പോർട്ടി ലുക്സ് ആണ്, നല്ല ലുക്കായിട്ടുണ്ട്. കുറച്ച് പേർക്കാണെങ്കിലും ഈ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്ന ലുക്കാണ്. പക്ഷേ നമ്മുടെ ആക്സസ് ആണെങ്കിൽ നൈസ് ഡിസൈൻ തന്നെയാണ്. പിന്നെ ഡിസൈൻ മാറ്റേഴ്സ് എന്നാണല്ലോ, അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബൈക്ക് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ പോകുന്നുണ്ടോ, 2 പേര് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി റൈഡിങ് യൂസ് ചെയ്യുക. എന്തായാലും പില്ലിയനും റൈഡർ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും ബൈക്ക് എടുത്ത് പോകരുത്. ഇറ്റ്സ് ഫോർ അവർ സേഫ്റ്റി. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവരെന്തായാലും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി കൊടുത്തത് എന്തായാലും നല്ല ആൾക്കാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി നിർത്താൻ പറയുന്നില്ല. അവർ ഹാപ്പിയായിട്ട് ഓടിച്ചോട്ടെ. അവർ നിർത്തണമെന്ന് തോന്നുമ്പോൾ നിർത്തുന്നു, അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ.
ഏ നീ എപ്പോഴാ നിർത്തണ്ടെന്ന് തോന്നുമ്പോ ഏതെങ്കിലും ചായക്കട നിർത്തിക്കോടാ. ഓടി ഇപ്പോഴാന്ന് വെച്ച് ഓടിച്ചു കൊള്ളാം. എടാ ഇത് ഈ സ്റ്റാർട്ട് ആവാൻ ഒരു പാട് കാണിക്കുന്ന ഈ എക്സോസ്റ്റ് വെച്ചേക്കുന്നതിന്റെ ആണെന്ന് തോന്നല്ലേ? ചില ഊരിക്കൊണ്ട് പോയോ? അതുകൊണ്ട് പോടാ പണിപാളി. എൻ്റെ അമ്മോ, അയ്യോ. ഏതാണ് കിട്ടുന്നാണ് കിട്ടൂ. ചതിക്കലടാ കുട്ട, സ്റ്റാർട്ടായിക്കോണേ. എൻ്റെ അമ്മോ, നാട്ടിയില്ല. അയ്യേ, ഇതാണ് ഞാൻ ഇമാതിരി സാധനം വെക്കലെന്ന് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് പണി കിട്ടും. എന്തായാലും കുഴപ്പമില്ല. കൊള്ളാം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എനിക്ക് പൊതുവെ ഈ കൂടുതൽ കിലോമീറ്ററുകൾ ഓടിയ വണ്ടികൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇത്രയും കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചല്ലോ, എന്തോ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എൻ്റെ വണ്ടിയിലും ആണേലും അതെ, സാധാരണ എല്ലാവർക്കും കിലോമീറ്റർ കൂടുന്ന കാണുമ്പോൾ വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയുമല്ലോ, അങ്ങനെ ഒരു പോയിന്റിലാണ് എല്ലാവരും ചിന്തിക്കാറ്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് വണ്ടി എടുത്തപ്പോൾ തൊട്ടുള്ള ആഗ്രഹം അത് തന്നെയാണ്. ഒരു 1 lakh കിലോമീറ്റർ ഓടിക്കണം. ആ 1 lakh എന്നിങ്ങനെ ഡയലിൽ കാണുന്നതൊക്കെ ഞാൻ പണ്ട് പോലെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് അതും 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അത് 60,000 കിലോമീറ്റർ അടുത്തായിട്ടുള്ളൂ. ഇത് ഓൾറെഡി 75,000 ഓടിയ വണ്ടിയാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നൈസ്. എന്നാ ഞാൻ പറഞ്ഞില്ലേ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയാണ്. ഇപ്പോൾ ഈ എക്സോസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ പോലും വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഗിയർലെസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് സംടൈംസ് ബോറിംഗ് ആണ്, പക്ഷേ കൊള്ളാം. നമ്മുടെ വണ്ടി കാണാൻ അടിപൊളിയാണല്ലോ. വേറൊരാളിങ്ങനെ ഓടിച്ചിട്ട് പോകുമ്പോഴാണ് ആ ഒരു പോസ്ചറും. സ്റ്റിൽ വണ്ടി ലുക്കാണ്. ഇപ്പോൾ ജനറേഷൻ 3 വന്നെങ്കിൽ പോലും നാരങ്ങ വെള്ളം പറഞ്ഞല്ലേ, ചൂടല്ലേ? നാരങ്ങ വെള്ളം അല്ലേ ഏട്ടെ? നാരങ്ങ വെള്ളം. എക്സോസ്റ്റ് വെച്ചോണ്ട് തന്നെ ഇരിക്കാനാണോ? എനിക്ക് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന കുറച്ചുകൂടെ താല്പര്യം. അതേലാണല്ലോ ഒന്നും ചെയ്യാതെ വെച്ചേക്കുന്നത്. സീനില്ല. അതെ. എന്തായാലും നമ്മളൊരു 30 കിലോമീറ്റർ പുറത്തോടി ഇനി തിരിച്ചു പോവാണ്. കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യം ഓർത്തത് ഇത് അത്ര വർക്കാവില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആൾക്കാരുടെ സംസാരിച്ച് നിൽക്കാൻ അധികം ടോപ്പിക്കുകളില്ല എൻ്റെ കയ്യിൽ. ഇൻട്രോവേർട്ടേഴ്സും ആണ് അതിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് കുളമാവുമെന്നാണ് വിചാരിച്ചത് ഈ കണ്ടന്റിലേക്ക് വന്നു കഴിയുമ്പോൾ. പക്ഷെ കൊള്ളാം കേട്ടോ, സംസാരിച്ച് കഴിയുമ്പം ഭയങ്കര രസമാണ്. കണ്ടോ, ചില അവന്മാരെ ഈ കുപ്പിച്ചില് പൊട്ടിച്ച് വഴിയിലിട്ടിട്ട് പോകുന്നതാണ്. ഇത് തറച്ച് കയറിയിട്ടുണ്ടല്ലോ. അയ്യോ, ശിവനെയൊക്കെയാണ്. ഞാൻ എടുത്തോളാം, നീ എടുത്തോ. ഹലോ, പെട്രോൾ ഇതിൽ കുറവാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മളോട് സ്വാപ്പ് ചെയ്ത് ഓടിക്കാൻ വന്നാലേ കുറച്ച് പെട്രോൾ അടിച്ചൂടെ കൊടുത്തേക്കാം. ഒരു 200 രൂപയ്ക്ക് അടിക്കാം.
3 കെട്ടയായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ബൈക്ക് ഓടിക്കാൻ വന്നിട്ട് പെട്രോൾ ഇല്ലാതെ പോകണ്ട. കിടക്കട്ടെ. അപ്പോൾ എന്തായാലും സോ ഹാപ്പി വീഡിയോയുടെ ഒരു ഭാഗമായതിന്. പിന്നെ ഞാൻ കുറച്ച് കാര്യം കൂടെ, ഈ എൻഡോർക്ക് ഇതുവരെ ഓടിച്ചതിൽ ഇപ്പം 50,000 കിലോമീറ്റർ എന്തായാലും ഓടിക്കാണുമല്ലോ. ഒരു 2 പോസിറ്റീവും 2 നെഗറ്റീവും ചോദിച്ചാൽ എന്നായിരിക്കും പറയുന്നത്? എന്നാലും നീ ഒന്ന് ആലോചിച്ചിട്ടാണല്ലോ പറഞ്ഞാൽ മതി. വണ്ടിയുടെ 2 നല്ല കാര്യങ്ങളും 2 മോശമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്തോ അല്ലാതെ എങ്ങനെയാണേലും. എന്തോ ബെൽറ്റ് പൊട്ടുന്നുണ്ട്, ബെൽറ്റുകൾ പൊട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു പോസിറ്റീവ് ചോദിച്ചു കഴിഞ്ഞാലോ, നല്ല വണ്ടിയാണ്. ഓക്കെ, എന്നാ ഡ്യൂക്ക് ഓടിച്ചിട്ട് എങ്ങനെ തോന്നി? എന്തായിരിക്കും ഇതിൻ്റെ എന്താ കാര്യം ഇഷ്ടപ്പെട്ടത്? ഇത്ര ഓടിച്ചിട്ട് ഇപ്പം എന്തായിരിക്കും വണ്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഹാൻഡ്ലിങ് ഒക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ കാണാം കേട്ടോ. എ ഹോംലി ഫീൽ. എന്തായാലും സോ ഹാപ്പി. ഇത് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബൈക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്ത് ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ച് തിരിച്ചു വരണമെന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. മാക്സിമം ഞാൻ നോക്കുന്നതായിരിക്കും. ഒരുപാട് ദൂരമൊക്കെ ആണെങ്കിലും എല്ലാവരുടെ അടുത്തും വന്ന് ഓടിച്ച് നോക്കണം. വണ്ടികൾ ഓടിക്കാത്ത വണ്ടികളൊക്കെ ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ കുറച്ച് മെസ്സേജസ് പെൻഡിങ് ആയി കിടപ്പുണ്ട്. എനിക്കറിയാം എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് അയക്കുന്ന എല്ലാ മെസ്സേജിനും, ഈവൻ ഒരു ഹായ് മെസ്സേജിന് പോലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. കുറച്ച് ഡിലേ ആയാലും ഞാൻ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആകുന്നത്. പക്ഷേ അങ്ങനെ ഡിലേ ആയാലും നിങ്ങൾക്ക് അയക്കുന്ന എല്ലാ മെസ്സേജസിനും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ പറയുക. ഓക്കെ, ബൈ.